വാസു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഔസേപ്പച്ചൻ രാത്രി 10 മണിക്ക് ശേഷം വീട്ടിലെത്തുന്നു. മുറിയിൽ മരിച്ചു കിടക്കുന്ന ഓമനയെ കാണുന്നു. മകനെയും മരുമകനെയും നാരായണനെയും വിളിച്ചു വരുത്തുന്നു. മകന്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധം മറച്ചു വയ്ക്കാൻ വേണ്ടി ഓമനയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുന്നു. ഇനി പറയുന്നത് സാർ ശ്രദ്ധിച്ചു കേൾക്കണം. 8 മണിക്ക് ഓമനയുടെ മരണം നടക്കുന്നു. 10 മണിക്ക് ശേഷം ബോഡി താഴേക്കിടുന്നു. അപ്പോ മരണം നടന്ന സമയവും താഴേക്കിട്ട സമയം തമ്മിൽ ഉദ്ദേശം 2 മണിക്കൂറിൽ കൂടുതൽ ഗ്യാപ്പുണ്ട്. പക്ഷേ ഓമനയുടെ ബോഡിക്ക് ചുറ്റും രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നതാനും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര നേരം ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കും? 1 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1.25 മണിക്കൂർ. അതിൽ കൂടുതൽ സമയം ഡെഡ് ബോഡിയിൽ ഹീറ്റ് നിൽക്കാറില്ല. ഹീറ്റ് ഇല്ലെങ്കിൽ ഉടൻ രക്തം കട്ടിയാവും. അങ്ങനെയാണെങ്കിൽ 8 മണിക്ക് മരിച്ച ഓമനയുടെ ശരീരം 10 മണിക്ക് ശേഷം വലിച്ചെറിഞ്ഞിട്ടും, അതായത് മരണം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ബോഡിക്ക് ചുറ്റും എങ്ങനെ രക്തം തളം കെട്ടി നിന്നു? അത് ശരിയാ. കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞതനുസരിച്ച് രാത്രി 8 മണി മുതൽ 9:45 മണി